Learn Efficient Pharmacology Malayalam Pharmacokinetics Part 13 Elimination Kineticsന് ഒരു ഇൻട്രൊഡക്ഷൻ. ഫാർമക്കോ എന്നാൽ ഡ്രഗിനെ പറ്റിയാണെന്നും കെനറ്റിക്സ് എന്നാൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും നമുക്കറിയാം. സിസ്റ്റമിക് സർക്കുലേഷനിലേക്കുള്ള ഡ്രഗിൻ്റെ മൂവ്മെൻ്റ് ആണ് അബ്സോർപ്ഷൻ. ടിഷ്യൂസിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ. സിസ്റ്റത്തിൻ്റെ പുറത്തേക്ക് ഡ്രഗ് മൂവ് ചെയ്യുന്നതാണ് എലിമിനേഷൻ. അബ്സോർപ്ഷൻ പ്രൊഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഡ്രഗിൻ്റെ പ്ലാസ്മ ലെവൽസ് കൂടും. എലിമിനേഷൻ പ്രൊഡോമിനേറ്റ് ചെയ്യുമ്പോൾ ഡ്രഗിൻ്റെ പ്ലാസ്മ ലെവൽസ് കുറയും. ഡ്രഗ് ടിഷ്യൂസിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും പ്ലാസ്മ ഡ്രഗ് ലെവൽസ് കുറയാം. ചുരുക്കി പറഞ്ഞാൽ ADME നടക്കുമ്പോൾ ഡ്രഗിൻ്റെ പ്ലാസ്മ ലെവൽസ് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് ഡ്രഗ് എത്തുന്ന റേറ്റ് ഓഫ് എലിമിനേഷനും ഈക്വൽ ആവുകയാണെങ്കിൽ പ്ലാസ്മ കോൺസെൻട്രേഷൻ ഒരുവിധം സ്റ്റഡിയായി നിൽക്കും. ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ CSS. പക്ഷേ സ്റ്റഡി സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രം പോരാ. എത്തുന്ന സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ വളരെ കുറവാണെങ്കിൽ ഡ്രഗ് ഇൻഎഫക്റ്റീവ് ആകും. ഇത് വളരെ കൂടുതലാണെങ്കിലോ അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടാകും. അതുകൊണ്ട് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഒരു ഓപ്റ്റിമം റേഞ്ചിൽ നിൽക്കണം. ഈ റേഞ്ചിനെയാണ് തെറപ്യൂട്ടിക് വിൻഡോ എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഉദ്ദേശം സ്റ്റഡി സ്റ്റേറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ തെറപ്യൂട്ടിക് വിൻഡോവിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ്. ഇത് അച്ചീവ് ചെയ്യുന്നത് ഡോസിങ് റേറ്റ് ഓഫ് എലിമിനേഷന് ഈക്വൽ ആവുമ്പോഴാണ്. റേറ്റ് ഓഫ് എലിമിനേഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ ബോഡി ഈ ടബ് പോലെയാണെന്ന് വിചാരിക്കുക. 100 ml വെള്ളമുള്ള ഈ ടബ് ഒരു എലിമിനേറ്റർ ബോക്സിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ടബിലുള്ള വെള്ളത്തിൽ നിന്നും ഡ്രഗിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഈ ബോക്സ് ലിവറിനെയും കിഡ്നിയെയുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ടബിനുള്ളിലേക്ക് 100 mg ഡ്രഗ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കും? കോൺസെൻട്രേഷൻ C നമുക്കറിയാം. amount ഓഫ് ഡ്രഗ് D ഡിവൈഡഡ് ബൈ വോളിയം V ആണെന്ന്. അതായത് 100 mg by 100 ml ഈക്വൽ ടു 1 mg/ml. ഇനി എലിമിനേറ്റർ ബോക്സ് ഓരോ മിനിറ്റിലും 5 mg ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഒരു പ്രോസസ്സിനെ യൂണിറ്റ് ടൈമിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നതിനെയാണ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 5 mg ഒരു മിനിറ്റിൽ എലിമിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 mg/minute ആണ് റേറ്റ് ഓഫ് എലിമിനേഷൻ. ആദ്യത്തെ മിനിറ്റിൽ 5 mg 100 ml നിന്നും റിമൂവ് ചെയ്താൽ ബാക്കി 95 mg ഉണ്ടാകും. രണ്ടാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു 5 mg റിമൂവ് ചെയ്താൽ 90 mg ബാക്കി ഉണ്ടാവും. ഇതിങ്ങനെ തുടരും. ഇവിടെ റേറ്റ് ഓഫ് എലിമിനേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ സാധാരണ ലിവറും കിഡ്നിയും ഇങ്ങനെയല്ല ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നത്. ഒരു കോൺസ്റ്റൻ്റ് എമൗണ്ടിന് പകരം ലിവറും കിഡ്നിയും ഡ്രഗിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ഫ്രാക്ഷൻ ആണ് ബ്ലഡിൽ നിന്നും എലിമിനേറ്റ് ചെയ്യുക. ബ്ലഡിൽ ഡ്രഗിൻ്റെ എമൗണ്ട് കൂടുമ്പോൾ ലിവറും കിഡ്നിയും റിമൂവ് ചെയ്യുന്ന ഡ്രഗിൻ്റെ എമൗണ്ടും കൂടും. പക്ഷേ അപ്പോഴും എലിമിനേറ്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് വീഡിയോയുടെ അവസാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഐഡിയ നമുക്ക് ടബിലും അപ്ലൈ ചെയ്യാം. അതായത് 5 mg എന്ന കോൺസ്റ്റൻ്റ് എമൗണ്ടിന് പകരം എലിമിനേറ്റർ ബോക്സ് ഇപ്പോൾ ഡ്രഗിൻ്റെ ഒരു കോൺസ്റ്റൻ്റ് ഫ്രാക്ഷൻ, ഉദാഹരണത്തിന് 5% എലിമിനേറ്റ് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പോൾ ഫസ്റ്റ് മിനിറ്റിൽ 100 mg 5%, അതായത് 5 mg എലിമിനേറ്റ് ചെയ്താൽ 95 mg ബാക്കിയുണ്ടാകും. അടുത്ത മിനിറ്റിൽ 95 mg 5%, അതായത് 4.75 mg മാത്രമേ എലിമിനേറ്റഡ് ആകൂ. ഇങ്ങനെ ടേബിൾ കംപ്ലീറ്റ് ചെയ്താൽ ഇതുപോലെ ഇരിക്കും. amount ഓഫ് ഡ്രഗ് കുറയുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് എലിമിനേഷനും പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുറയുന്നു എന്ന് നമുക്ക് കാണാം. ഇവിടെ റേറ്റ് ഓഫ് എലിമിനേഷൻ ഡ്രഗിൻ്റെ എമൗണ്ടിന് പ്രൊപ്പോർഷണലാണ്. ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് K ഇൻട്രൊഡ്യൂസ് ചെയ്താൽ റേറ്റ് ഓഫ് എലിമിനേഷൻ ഈസ് ഈക്വൽ ടു K ഇൻറ്റു എമൗണ്ട് പ്രസൻറ്റ് എന്നാകും. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ K ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് എലിമിനേഷൻ ഡിവൈഡഡ് ബൈ എമൗണ്ട് പ്രസൻറ്റ്, അതായത് എമൗണ്ട് എലിമിനേറ്റഡ് പെർ യൂണിറ്റ് ടൈം ഡിവൈഡ് ബൈ എമൗണ്ട് പ്രസൻറ്റ്. എമൗണ്ട് എലിമിനേറ്റഡ് ബൈ എമൗണ്ട് പ്രസൻറ്റ് ആണ് എലിമിനേറ്റഡ് ആകുന്ന ഡ്രഗിൻ്റെ ഫ്രാക്ഷൻ. അപ്പോൾ K എന്നത് യൂണിറ്റ് ടൈമിൽ എലിമിനേറ്റഡ് ആകുന്ന ഡ്രഗിൻ്റെ ഫ്രാക്ഷനാണ്. ഓരോ ഡ്രഗിനും
ഇത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിനെ എലിമിനേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് KE എന്ന് പറയും. KEയുടെ യൂണിറ്റ് പെർ മിനിറ്റ്, പെർ അവർ എന്നൊക്കെയാണ്. ഇവിടെ ടേബിൾ നോക്കിയാൽ KE 0.05 ആണെന്നും അത് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നുവെന്നും കാണാം. ഈ 0.05 നമ്മൾ നേരത്തെ പറഞ്ഞ 5% തന്നെയാണ്. അങ്ങനെ റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു KE ഇൻറ്റു എമൗണ്ട് പ്രസൻറ്റ്. ഫാർമക്കോകൈനറ്റിക്സിൽ റേറ്റ് ഓഫ് എലിമിനേഷനും മറ്റ് ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റേഴ്സും നമ്മൾ ചില ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യാറ്. പക്ഷേ നമുക്ക് ഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്നത് പ്ലാസ്മയിലെ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷനാണ്. അപ്പോൾ ഇക്വേഷൻ്റെ ഈ ഹാഫ് പ്ലാസ്മ കോൺസെൻട്രേഷനുമായി ബന്ധപ്പെടുത്താൻ കഴിഞ്ഞാൽ റേറ്റ് ഓഫ് എലിമിനേഷൻ എന്താണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു അമൗണ്ട് ബൈ വോളിയം ആണെന്നറിയാം. അപ്പോൾ രണ്ട് സൈഡിനെയും വോളിയം V കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റേറ്റ് ഓഫ് എലിമിനേഷൻ ബൈ V ഇസ് ഈക്വൽ ടു KE ഇൻറ്റു അമൗണ്ട് പ്രസൻറ്റ് ബൈ V. അതായത് റേറ്റ് ഓഫ് എലിമിനേഷൻ ബൈ V ഇസ് ഈക്വൽ ടു KE ഇൻറ്റു C. റീഅറേഞ്ച് ചെയ്താൽ റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു KE ഇൻറ്റു V ഇൻറ്റു C. ഇവിടെ KEയും Vയും കോൺസ്റ്റൻസ് ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതാം: റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ഇൻറ്റു C. അങ്ങനെ പ്ലാസ്മ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റേറ്റ് ഓഫ് എലിമിനേഷനും കുറയും. ഇനി നമുക്ക് നേരത്തെ കണ്ട രണ്ട് സെനാറിയോസ് കമ്പയർ ചെയ്യാം. ആദ്യത്തെ സെനാറിയോയിൽ ഒരു കോൺസ്റ്റന്റ് എമൗണ്ട്, അതായത് 5 milligrams ആണ് ഒരു മിനിറ്റിൽ എലിമിനേറ്റഡ് ആകുന്നത്. ഇവിടെ റേറ്റ് ഓഫ് എലിമിനേഷൻ കോൺസ്റ്റന്റ് ആണ്. രണ്ടാമത്തെ സെനാറിയോയിൽ ഒരു കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ, അതായത് 5% ആണ് ഒരു മിനിറ്റിൽ എലിമിനേറ്റഡ് ആകുന്നത്. ഇവിടെ റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു C. ഇതിനെ നമുക്ക് ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം: റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു C ടു ദ പവർ ഓഫ് 0 എന്നും റേറ്റ് ഓഫ് എലിമിനേഷൻ ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ഇൻറ്റു C ടു ദ പവർ ഓഫ് 1 എന്നും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ രണ്ട് ഇക്വേഷൻസും തമ്മിലുള്ള വ്യത്യാസം സിയുടെ എക്സ്പോണന്റ് അല്ലെങ്കിൽ പവർ ആണ്. ആദ്യത്തേതിൽ അത് 0 ആണ്, രണ്ടാമത്തേതിൽ അത് 1 ആണ്. ഇതിനെയാണ് ഓർഡർ ഓഫ് കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ സെനാറിയോയിൽ കോൺസ്റ്റന്റ് എമൗണ്ട് എലിമിനേറ്റഡ് ആകുമ്പോൾ അത് 0 ഓർഡർ കൈനറ്റിക്സ് ആണ്. രണ്ടാമത്തേതിൽ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ എലിമിനേറ്റഡ് ആകുമ്പോൾ അത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. എളുപ്പത്തിന് F കൊണ്ടാണ് ഫസ്റ്റ് ഓർഡറും ഫ്രാക്ഷനും തുടങ്ങുന്നത് എന്ന് ഓർക്കാം. റേറ്റ് ഓഫ് എലിമിനേഷൻ കൊണ്ട് ബോഡി ഒരു ഡ്രഗ് എത്ര സ്പീഡിലാണ് റിമൂവ് ചെയ്യുന്നതെന്ന് മനസ്സിലാവും. എന്നാൽ വോളിയം കൺസിഡർ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ എലിമിനേഷൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, ഫസ്റ്റ് ഓർഡറിൽ ഡ്രഗിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് എലിമിനേഷനും ചേഞ്ച് ചെയ്യും. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേറൊരു ഫാർമക്കോകൈനറ്റിക് പാരാമീറ്റർ വേണം. എലിമിനേഷൻ്റെ എഫിഷ്യൻസി റിഫ്ലക്റ്റ് ചെയ്യുന്ന, എന്നാൽ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു പാരാമീറ്റർ. ഇതാണ് ക്ലിയറൻസ്. ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇവിടെ കുറച്ച് ഗുഡ് ടു നോ ഫാക്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ സമ്മറി.